ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മി ബായിയെക്കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ ഏറ്റവും ചലനാത്മകമായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു റാണി സേതുലക്ഷ്മി ബായി. 1924 മുതൽ 1931 വരെയായിരുന്നു സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലഘട്ടം. 1924 മുതൽ 1931 വരെ, അതായത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പ്രായപൂർത്തിയാകുന്നതുവരെ റീജൻ്റായിട്ട് ഭരണം തുടർന്ന വ്യക്തിയാണ് റാണി സേതുലക്ഷ്മി ബായി. ശുചീന്ദ്ര സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് റാണി സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്താണ്. ശുചീന്ദ്ര സത്യാഗ്രഹവും തിരുവാർപ്പ് സത്യാഗ്രഹവും. തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നു പോരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായി. ദേവദാസി സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേരാണ് കുടികാരി സമ്പ്രദായം. ഇപ്പോൾ ദേവദാസി സമ്പ്രദായത്തിന് പകരം കുടികാരി സമ്പ്രദായം എന്ന് ചോദിച്ചാൽ തെറ്റിക്കേണ്ട. കുടികാരി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ബായി. ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി നിർത്തലാക്കി. റാണി സേതുലക്ഷ്മി ബായി ദേവസ്വം അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന മൃഗബലി നിർത്തലാക്കി. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായി. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന ടൈമിലെ ഭരണാധികാരി ശ്രീ മൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു. പക്ഷെ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിലെ തന്നെ മരിച്ചു പോകുകയുണ്ടായി. അങ്ങനെ വൈക്കം സത്യാഗ്രഹം തുടരുന്ന ടൈമിലെ ഭരണാധികാരിയായിരുന്നു പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മി ബായി. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണ ജാഥക്കാർ മെമ്മോറണ്ടം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ബായിക്കാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന ടൈമിലെ ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത് റാണി സേതുലക്ഷ്മി ബായാണ്. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചത് റാണി സേതുലക്ഷ്മി ബായാണ്. സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി. തിരുവിതാംകൂറിൽ ക്ഷേത്ര നിരത്തുകളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇതെല്ലാം നടത്തിയത് റാണി സേതുലക്ഷ്മി ബായാണ്. നായർ ആക്ട് നിലവിൽ വന്നത് സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ്. നായർ ആക്ട് നിലവിൽ വന്നത് സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മി ബായി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളം സന്ദർശിച്ചിരുന്നു. 1925 ഗാന്ധിജി ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെത്തിയത്. ഗാന്ധിജി സന്ദർശിച്ച ഏക ഭരണാധികാരിയാണ് പൂരാടൻ തിരുനാൾ സേതുലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതുലക്ഷ്മി ബായാണ്. തിരുവിതാംകൂറിലെ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതുലക്ഷ്മി ബായാണ്. റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായ നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് ME വാട്സ്. സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് ME വാട്സ്. മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യ യൂറോപ്യൻ ആണ് ME വാട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചിരിക്കുക. എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.